ഹായ് ഫ്രണ്ട്സ്, ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നൂലപ്പത്തിനും പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന പൊടിയാണ് കേട്ടോ എടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു കപ്പാണ് മെഷർമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ 1 കപ്പ് അരിപ്പൊടിയും 1.5 കപ്പ് വെള്ളവുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ സ്വീറ്റ് ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് വത്തക്ക. ഈ വത്തക്ക 1 കിലോ വത്തക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ജ്യൂസാണ് കേട്ടോ ഇത്. ഈ ഒരു സ്വീറ്റിൽ ഒരു എസൻസോ കളറോ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കളറിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ഒരു കപ്പിൽ 3 കപ്പ് വത്തക്ക ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. 1 കിലോയുടെ അടുത്ത് വത്തക്ക എടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ജ്യൂസാണ്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിക്കാക്കി എടുക്കാം. ചെറുതായി ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കാം. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് തിക്കായി വരും കേട്ടോ. അപ്പോൾ നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമ്മുടെ മിക്സ് ഒന്ന് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറച്ചൊക്കെ തിക്കായി വരുന്നുണ്ട് കേട്ടോ. നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് തിക്കാവുന്നതിനനുസരിച്ച് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഞാനിതിലേക്ക് 4 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാനിൽ നിന്ന് ഇത് നന്നായിട്ട് തന്നെ വിട്ട് കിട്ടണം കേട്ടോ. അപ്പോഴുള്ള നമ്മുടെ ഈ സ്വീറ്റ് റെഡിയായി കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് പാനിൽ നിന്നൊക്കെ വിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ഏലക്ക പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ള മിക്സാണ് കേട്ടോ ഇത്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്വീറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കാഷ്യൂസും കിസ്മിസൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ചൂടോട് കൂടി വേണം കേട്ടോ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ. നമ്മൾ ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്പൂണിൻ്റെ ബാക്കിൽ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ 2 പാത്രത്തിലാണ് കേട്ടോ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. നമ്മുടെ സ്പെഷ്യൽ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സൂപ്പർ ഹൽവയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. ഇതിൽ നമ്മളൊരു കളറോ ഒന്നും ചേർത്തിട്ടില്ല. നമുക്ക് വത്തക്ക വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹലുവ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഹലുവ ഈ കളർ വന്നത് നമ്മുടെ വത്തക്കയുടെ ജ്യൂസ് കുക്കായി വന്നപ്പോഴാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത് കേട്ടോ. വത്തക്കയും അരിപ്പൊടിയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.